എന്തിനാ? നാളെ അവളെ പെണ്ണാണ് ചെല്ലാനെന്ന്. അതിന് ഞാൻ ആരെയും കൊണ്ടുപോകാനാണ്? എനിക്ക് ആരുമില്ലല്ലോ. എന്റെ വീട്ടിൽ നിന്നും ആരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഫുള്ള് കലക്കാണ്. എടാ ആയാലും സെറ്റ് ചെയ്ത വല്ല ആകുന്ന ബന്ധു വല്ലതും പറഞ്ഞ്. നിന്റെ അയൽപ്പക്കത്തുള്ള ജാനത്തള്ള വിളിക്കട്ടെ. ഞാനങ്ങ് വിളിച്ചിട്ടില്ല. പിന്നെന്തൊരു മണം വരുന്നേ? അതെനിക്കെങ്ങനെ അറിയാം? ആ സിഗരറ്റാണ് വിളിച്ചാലേ പല്ലടിച്ചാൽ വാലിടും. അത് ശരിയാവില്ല, അവർക്ക് ഭ്രാന്താണ്. എടാ അവരാകുമ്പോ ഒറ്റയ്ക്ക് താമസിക്കുക, 13,000 രൂപ കൊടുത്ത് അവര് വന്നോളൂ. എന്തെങ്കിലും ആവട്ടെ. അമ്മയും അച്ഛനൊന്നും ഇല്ലാതെ വളർന്നു വെച്ച അവളെ ഒരു ഫാമിലിയിലോട്ട് അയക്കണമെന്നായിരുന്നു എൻ്റെ തീരുമാനം. പിന്നെ കല്യാണം അത് കുറച്ച് ആർഭാടമായിട്ട് നടത്തണം, എല്ലാ ബന്ധുക്കളെയൊക്കെ വിളിച്ച്. ഇത് രണ്ടും നിന്റെ കൈകളിലോട്ട് അവളെ തന്ന നടക്കില്ല. ചേട്ടാ ഒന്നോടൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല നീ, അപ്പൊ ശരിയാണ്. അവൾക്ക് മാത്രമല്ലല്ലേ, നിനക്കും അച്ഛനും അമ്മ ഇല്ലായിരുന്നല്ലേ? എന്നിട്ട് നീ അവളെ പൊന്നുപോലെ നോക്കിയില്ലേ? അതുപോലെ അവനും പൊന്നുപോലെ അങ്ങ് നോക്കിക്കോളും. ബന്ധങ്ങളുടെ വില അറിയാവുന്ന വിടളി വേണം പെമ്മക്കളെ കല്യാണം കഴിച്ച് അയക്കാൻ. അങ്ങനെ നോക്കിയാലേ നിങ്ങളെക്കാൾ കൂടുതൽ അവന് നന്നായിട്ട് അറിയാതെ. പിന്നെ കല്യാണം അത് എപ്പോഴും രണ്ടുപേര് തമ്മിലാണ്, ബാക്കി എല്ലാവരും കാണാൻ വരുന്നവരാ. അവരുടെ കല്യാണം കാണാനും അനുഗ്രഹിക്കാനും ഞാനും നീയൊക്കെ പോരേടെ. അമ്മ ഇരിക്കും. പിന്നെ ആ 3000 ഒരു 2000 കൊടുത്തേക്ക്. എടാ ഞാൻ പറയാൻ പറ്റുപോയി, അവര് പൈസയൊന്നും വാങ്ങിച്ചില്ലേ. കുഞ്ഞിക്കവിൾ മേഘമേ അവന്റെ അമ്മ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ അവർക്ക് കാശ് കൊടുക്കുമായിരുന്നു. ഞാൻ അവനെ എന്റെ മോനെ പോലെ കണ്ടിട്ടുള്ളൂ. നീ പോടാ ചക്ക, ഞാനങ്ങ് വന്നോളാം. അമ്മേ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കു കൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വെങ്ങിപ്പിടയാതെ നീ